മഹാരാഷ്ട്രയിൽ കെട്ടിടം തകർന്നു വീണ ഒരു മരണം, ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. നവി മുംബൈയിലെ ഷെഹബാസ് വില്ലേജിലാണ് 3 നില കെട്ടിടം തകർന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ മൃതദേഹ അവശിഷ്ടം പുറത്തെടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ടല്ലോ, മറ്റു വിശദാംശങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. 32 വയസ്സുള്ള മുഹമ്മദ് മെഹ്റാജ് ഷെയ്ഖ് എന്നയാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെടുത്തത്. രാവിലെ തന്നെ ഈ രക്ഷാദൗത്യം തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇദ്ദേഹത്തിന്റെ 2 കാലുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അത് പുറത്തെടുക്കാൻ പിന്നെയും മണിക്കൂറുകൾ എടുക്കേണ്ടി വന്നു. ഏറെ പണിപ്പെട്ടാണ് ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ഒരാൾ കൂടി ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെ 2 സ്ത്രീകളെ ജീവനോടെ തന്നെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 4 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് 2 മണിയോടെ തന്നെ കെട്ടിടം വീഴാൻ പോകുന്നതിന്റെ ചില സൂചനകൾ ഇവിടെയുള്ള താമസക്കാർക്ക് കിട്ടിയിരുന്നു. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് പൊടിഞ്ഞ് വീഴുന്ന കാഴ്ച കണ്ട് രാത്രി തന്നെ ആളുകൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലെ പുറത്തേക്ക് വരാൻ ശ്രമിച്ച ആളുകൾക്ക് മേലേക്കാണ് കെട്ടിടം ആകെ തകർന്നു വീണത്. അങ്ങനെ അപകടത്തിൽപ്പെട്ടവരിലാണ് ഇപ്പോൾ 2 പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ പൂർണ്ണമായി തന്നെ കുടുങ്ങിപ്പോവുകയും അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറെ കാലപ്പഴക്കമില്ലാത്ത ഒരു കെട്ടിടം ഈ 2-3 ദിവസം കനത്ത മഴ പെയ്യുമ്പോഴേക്കും ഈ തരത്തിൽ തകർന്നു വീണത് ഇതിന്റെ ശരി. നിർമ്മാണത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ സ്വാഭാവികമായി ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇതിന് തൊട്ടടുത്ത് സമാനമായ രീതിയിൽ നിർമ്മിച്ച ഒരു 4 നില കെട്ടിടം കൂടിയുണ്ട്. അതിലെ താമസക്കാരെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അനുജ, നവി മുംബൈയിലാണ് കെട്ടിടം തകർന്നു വീണ് ഒരു മരണം, അത് മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു. കൂടുതൽ ഒരാളിപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയം കൂടിയുണ്ട്. അതിനുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. 3 നില കെട്ടിടമാണ് തകർന്നു വീണത്. അധികം പഴക്കമില്ലാത്തൊരു കെട്ടിടമാണ് തകർന്നു വീണത് എന്നുള്ളത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്.